Hi friends, welcome to Michoos World. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതേപോലെ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ പറ്റും. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി വരും. അതും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നമ്മുടെ വീട്ടിലൊക്കെ പഴയ ഗ്ലാസ് കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കൊരു കുഞ്ഞു അക്വേറിയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സാധാരണ നമ്മളൊരു കൗതുകത്തിന് വേണ്ടിയിട്ട് മീനിനൊക്കെ പുറത്തുനിന്ന് മേടിച്ച് കൊണ്ടുവരും. അപ്പോൾ ഒരു ബൗളിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലോ ഒക്കെ ഇട്ട് വളർത്തും. പക്ഷേ അത് 2-3 ദിവസം കഴിയുമ്പോഴത്തേനും ചത്തു പോവാറാണ്. അപ്പോൾ ഇതുപോലെ മീനൊന്നും ചത്തു പോവാതെ കുറേ കാലം എങ്ങനെ വളർത്താമെന്നുള്ളതും എങ്ങനെ നമുക്കതിനെ പരിപാലിക്കാം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അക്വേറിയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഷേപ്പും അതുപോലെ നല്ല നീളമൊക്കെ ഉള്ള ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും. ഇനി ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് നൂലാണ്. ഞാനിവിടെ തുന്നുന്ന നൂലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കട്ടിയുള്ള ടൈപ്പ് നൂലാണ് ഒന്നുകൂടെ നല്ലത്. ഇനി കുപ്പിയുടെ ഏകദേശം മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഇതേപോലെ നൂല് ചുറ്റി കൊടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കട്ടി കുറഞ്ഞ നൂലായതുകൊണ്ട് കുറേ പ്രാവശ്യം ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിൽ ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കുപ്പിയുടെ ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് മുറിക്കേണ്ടത് ആ ഒരു ഭാഗത്താണ് നമ്മൾ ഇതേപോലെ കട്ടിയിൽ ചുറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ഈ അക്വേറിയത്തിന് മാക്സിമം ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കുപ്പിയുടെ മുകൾ ഭാഗം വരെ ഒന്ന് നീക്കി കൊടുക്കുകയാണ്. ഇനി വേണ്ടത് കുറച്ച് മണ്ണെണ്ണയാണ്. ഇനി കുപ്പിയുടെ മുകളിൽ ചുറ്റിയിട്ടുള്ള നൂലിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ ഈ മണ്ണെണ്ണ തേച്ച് കൊടുക്കണം. അപ്പോൾ നല്ല കറക്റ്റ് ഷേപ്പിൽ കുപ്പി പൊട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നൂലിൻ്റെ മുകളിൽ മാത്രമായിട്ട് ഇത് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നൂലിൻ്റെ എല്ലാ ഭാഗത്തും ഈ മണ്ണെണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മെഴുകുതിരിയോ ലൈറ്ററോ ഉപയോഗിച്ചിട്ട് ഈ നൂൽഭാഗം നന്നായി കത്തിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഇത് കത്തിക്കുന്ന സമയത്ത് ഈ കുപ്പി തിരിച്ചു കൊടുത്തിട്ട് വേണം കത്തിക്കാൻ. അപ്പോൾ ഏകദേശം ഇത് കത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളത്തിലോട്ട് ഇത് മുക്കി കൊടുക്കണം. അപ്പോൾ ഈ കുപ്പി മുങ്ങാൻ പാകത്തിനാണ് നമ്മൾ ഈ ബക്കറ്റിൽ വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ കുപ്പിയുടെ മുകൾ ഭാഗം നന്നായി മുറിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ല വൃത്തിയായി ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഈ കുപ്പിയുടെ മുറിച്ചെടുത്തിട്ടുള്ള ഭാഗം നല്ല ഷാർപ്പായിരിക്കും. അപ്പോൾ കുട്ടികളുടെ കൈയൊക്കെ തട്ടിട്ടുണ്ടെങ്കിൽ മുറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ചാക്കുനൂലോ അല്ലെങ്കിൽ ഇതേപോലെ വുള്ളൻ നൂലോ നമുക്ക് ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയും കിട്ടും, അതുപോലെ നല്ല സേഫായിട്ട് അവിടെ ഇരിക്കും. ഞാനിവിടെ ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ടാണ് ഈ നൂലൊക്കെ ചുറ്റിയെടുത്തിട്ടുള്ളത്. ഗ്ലൂഗൺ ഇല്ലെങ്കിൽ സാധാ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ ചുറ്റിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് അക്വേറിയം സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കളർ സ്റ്റോൺസ് ആണ്. പിന്നെ വേണ്ടത് വെള്ളത്തിൽ വളരുന്ന ഏതെങ്കിലും ഒരു ടൈപ്പ് ചെടിയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ബുഷാണ്. പിന്നെ കുപ്പിയുടെ വലിപ്പം അനുസരിച്ചിട്ട് 2-3 മീനും വേണം. ഇനി നമ്മൾ ഈ കുപ്പിയിലോട്ട് ആദ്യം കളർ സ്റ്റോൺ ഇട്ട് കൊടുക്കണം. ആദ്യം നമ്മൾ കുറേശ്ശെ കളർ സ്റ്റോൺ ഇട്ട് കൊടുക്കണം. അതിന് ശേഷം വെള്ളത്തിലിടുന്ന ബുഷ് വെച്ചതിന് ശേഷം വീണ്ടും കളർ സ്റ്റോൺ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മീൻ വാങ്ങുമ്പോൾ മീനിൻ്റെ കൂടെയുള്ള വെള്ളമാണ് നമ്മൾ ഇതിലോട്ട് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം സാധാ വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3/4 ഭാഗം ആവുന്നത് വരെ ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ മീൻ ഇതിൽ നിന്നും ചാടി പോകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ അക്വേറിയം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മീനിനെ ഇട്ട് കൊടുക്കാം. ഈ മീനൊന്നും ചത്തുപോകാതെ കുറേ കാലം നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3-4 ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റി കൊടുക്കുക. അപ്പോൾ വെള്ളം മാറ്റുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലുള്ള മുഴുവൻ വെള്ളം കളഞ്ഞിട്ട് പുതിയ വെള്ളം നിറക്കാതെ ഇതിലുള്ള പകുതി വെള്ളം മാത്രം കളഞ്ഞിട്ട് ബാക്കി പകുതി നമ്മൾ നല്ല വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് കാലം കഴിയുമ്പോൾ ഈ മീനുകൾ പ്രസവിക്കാൻ തുടങ്ങും. ആ ഒരു സമയത്ത് തന്നെ ഈ കുഞ്ഞു മീനുകൾ നമ്മൾ വെള്ളം നിറച്ച് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ഈ വലിയ മീനുകളൊക്കെ ഈ കുഞ്ഞു മീനുകളെ കഴിക്കാൻ തുടങ്ങും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയ മക്കൾക്കൊക്കെ മീൻ വളർത്താൻ പറയുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കാശൊക്കെ കൊടുത്തിട്ട് ഇനി അക്വേറിയം പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതേപോലെ വീട്ടിൽ തന്നെ കുഞ്ഞ് അക്വേറിയം അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.